ഫിലിം ടോക്സിക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഡൻറ്റിറ്റി എന്ന സിനിമയുടെ OTT റിവ്യൂ ആണ്. സിനിമ ഇപ്പോൾ ZEE5 എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷയിൽ ഇപ്പോൾ സിനിമ ലഭ്യമാണ്. സിനിമയിൽ അനസ് ഖാനും അതുപോലെ തന്നെ അഖിൽ പോലും സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, തൃഷ, ഷമ്മി തിലകൻ, വിനയ് റോയ്, അജു വർഗീസ്, അർച്ചന കവി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ഐഡൻറ്റിറ്റി. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗംഭീര സിനിമയായി തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. സിനിമയിൽ ജേക്സ് വിജയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. സംഗീതം ഓക്കെ എന്ന ലെവൽ തന്നെ പോകുന്നുണ്ടെങ്കിലും സിനിമയെ ഒന്നും അത് ബാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു അർത്ഥം. സിനിമയിൽ ടൊവിനോ തോമസ് ഒരു ചിത്രകാരനായി വരുന്നത് ഹരൺ ശങ്കർ എന്നാണ് സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര്. ഹരൺ ശങ്കർ എന്ന കഥാപാത്രം ഒരു പെയിൻ്ററായിട്ടാണ് വരുന്നത്, ചിത്രകാരൻ. അതുപോലെ തന്നെ തൃഷ ഇതിൽ കൊല ചെയ്യുന്ന ആളെ ഇതിൽ കാണുന്നത് തൃഷ മാത്രമാണ്. തൃഷയാണ് ഈ കൊല നടക്കുന്ന സ്ഥലത്തും അവിടെ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ആ കൊലപാതകം ചെയ്ത ആളെ കാണുന്നതും തൃഷ മാത്രമാണ്. പിന്നീട് അവരുടെ കാഴ്ച പോകുന്നു, ഓർമ്മശക്തി ഉണ്ടാകുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. എങ്കിലും ഈ ഹരൺ ശങ്കർ എന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിക്ക് ചില പ്രശ്നങ്ങളാകുന്നു, മാനസികമായി അവർ ബുദ്ധിമുട്ടുന്നു ഈ സിനിമയിൽ. അങ്ങനെ അവരെ കൊല്ലുക, അവരെ അല്ലെങ്കിൽ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടാണ് ഹരൺ ശങ്കർ എന്ന ഈ കഥാപാത്രം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ വിനയ് റോയ് ഒരു പോലീസ് വേഷത്തിലാണ് എത്തുന്നത്. നമുക്ക് ആദ്യമൊക്കെ തോന്നും ഇതിൽ വില്ലനാരാ നായകനാരാ എന്ന് നമുക്ക് സംശയം തോന്നിക്കും. പക്ഷേ എന്തായാലും ഇൻ്റർവെല്ലിനോട് അടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം മനസ്സിലാകും ഇതിൽ നായകനാരാ വില്ലനാരാ എന്ന്. ഇതിലേക്ക് വിനയ് റോയെ കണക്റ്റാക്കുന്നത്, ആ വില്ലനെ കണക്റ്റാക്കുന്നത് നല്ല രസമായി തന്നെ തോന്നിയിട്ടുണ്ട്. എങ്കിലും അവസാനത്തെ ഇതിൽ ഫ്ലൈറ്റിലൊരു സീനുണ്ട്, ഫ്ലൈറ്റിലെ ഫൈറ്റുണ്ട്. അതൊക്കെ എന്ത് രസമായിട്ടാണ് ഈ സിനിമയിൽ എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള സിനിമയിലൊക്കെ ഇങ്ങനെ ഫൈറ്റ് സീനുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഫ്ലൈറ്റിലെ ഫൈറ്റ് സീൻ അതിഗംഭീരമായി തന്നെയാണ് തോന്നിയത്. അവസാനത്തെ ഒരു 40 മിനിറ്റൊക്കെ നല്ല സസ്പെൻസ് ത്രില്ലറുമായി നല്ല കണക്റ്റായി ഈ സിനിമ. അതുകൊണ്ട് നല്ലൊരു ഗംഭീര സിനിമ തന്നെയാണ്. നിങ്ങളും കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.